ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഉദ്ധിതനായ യേശുനാഥൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വീണ്ടും കടന്നു വരികയാണ്. നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ കടന്നുവരവ്. സമാധാനം നാം ഏവരും ആഗ്രഹിക്കുന്ന ഒന്ന് നമ്മുടെ ജീവിതത്തിൽ. നാം ദുഃഖവെള്ളിയാഴ്ച മുതൽ ആ പുതു ഞായർ വരെ നാം ദൈവകരുണയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിൽ 6-ാമത്തെ ദിവസം, അതായത് ഇന്നലെ നാം പ്രാർത്ഥിച്ചത് ആ യേശുവിൻ്റെ ഹൃദയത്തോട് ഏറ്റവും സാമ്യമുള്ള ഹൃദയം എന്ന് പറയുന്നത് കുട്ടികളുടെ ഹൃദയവും എളിമയുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളും ആണ് എന്നാണ്. ഇവരാണ് എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ദുഃഖത്തിൽ ആശ്വസിപ്പിക്കുന്നതെന്ന് കർത്താവ് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇങ്ങനെ യേശുവിൻ്റെ ഹൃദയത്തോട് ഏറ്റവും സാദൃശ്യമുള്ള ഹൃദയം ഉള്ളവരാകുവാനായിട്ടാണ് നാം ആഗ്രഹിക്കേണ്ടത്. അങ്ങനെയാകുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള, ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഹൃദയം എളിമ നിറഞ്ഞതാണ്, എന്നിൽ നിന്ന് പഠിക്കുവിനെന്ന്. ശിശുക്കളെ പോലെ ആകുവാൻ കർത്താവ് ആഹ്വാനം ചെയ്യുന്നുണ്ട്. നാം ശിശുക്കളെ പോലെ ആകുമ്പോൾ, എളിമയുള്ളവർ ആകുമ്പോൾ യേശുവിൻ്റെ ഹൃദയത്തോട് സാമ്യമുള്ള ഹൃദയമായിട്ട് മാറും. അതോടൊപ്പം തന്നെ യേശുവിൻ്റെ ദുഃഖങ്ങളിൽ യേശുവിനെ ആശ്വസിപ്പിക്കുവാനായിട്ടും നമുക്ക് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, നാം എല്ലാവരും സമാധാനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. യേശുവിൻ്റെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഹൃദയത്തിന് വേണ്ടി, സാമ്യമുള്ള ഹൃദയത്തിന് വേണ്ടി നാം ആഗ്രഹിക്കണം. യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ജെറൂസലേമിൽ നിന്ന് ആരംഭിച്ച് ലോകമെങ്ങും എൻ്റെ ഉദ്ധാനത്തിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കണമെന്ന്. പ്രിയ സഹോദരങ്ങളെ, നാം യേശുവിൻ്റെ ഈ ആഹ്വാനം യേശുവിൻ്റെ ഒരു കൽപ്പന പോലെ എടുക്കേണ്ട ഒരു ആഹ്വാനമാണ്. യേശുവിനെ സാക്ഷ്യം വഹിക്കുവാനായിട്ടുള്ള ആഹ്വാനം. നമുക്ക് അതിന് ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് എളിമയുള്ള ഹൃദയം സ്വന്തമാക്കുമ്പോഴും ശിശു സഹജമായിട്ടുള്ള ഒരു ഹൃദയം ആക്കുമ്പോഴാണ്. നമുക്കും സമാധാനം കിട്ടും. ലോകത്തിന് യേശുവിനെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ടും നമുക്ക് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഒരു എളിമയുള്ള ഹൃദയം കിട്ടുവാനായിട്ട് യേശുവിൽ നിന്ന് പഠിക്കാം. യേശുവിൻ്റെ പാഠങ്ങൾ, ശിശു സഹജമായിട്ടുള്ള ഒരു ഹൃദയം സ്വന്തമാക്കാനായിട്ട് നമുക്ക് ഏവർക്കും ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.